بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. മനുഷ്യ ആയുസ്സിൻ്റെ ഒരു വർഷം പിന്നിടുന്ന സന്ദർഭമാണ് ദുൽഹിജ്ജ മാസം യാത്ര പറഞ്ഞ് മുഹറം വന്നു ചേരുന്ന ഈ സന്ദർഭം. പുതിയ ഹിജറ വർഷം നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. അള്ളാഹു നമുക്കും കുടുംബത്തിനും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ സത്യവിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായുള്ള ആയുരാരോഗ്യ ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ഒരു കാലത്തെ മാത്രമല്ല, ദിവസങ്ങളെ നമ്മളുടെ മുന്നിൽ അക്കമിട്ട് അവതരിപ്പിക്കുന്ന ഒരു കലണ്ടറിനെ കൂടി ഈ പുതുവർഷം പിന്നിലാക്കിയിട്ടാണ് കടന്നു വരുന്നത്. കണക്കുകൂട്ടുക എന്ന അർത്ഥത്തിലുള്ള കലണ്ടേ എന്ന ലാറ്റിൻ നാമത്തിൽ നിന്നാണ് കലണ്ടർ എന്ന വാക്ക് നിഷ്പന്നമായിട്ടുള്ളത്. ഇംഗ്ലീഷുകാരൻ അങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനത്തെ കണ്ടെത്തിയിട്ടുള്ളത്. ഭൂമിശാസ്ത്രപരമായും കാലാവസ്ഥാപരമായും സംഭവിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആദ്യകാലങ്ങളിൽ ലോകത്ത് കലണ്ടർ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണമായി ചരിത്രത്തിൽ കാണാം, നൈൽ നദിയുടെ വെള്ളത്തിൻ്റെ കയറ്റം അനുസരിച്ച് ആ കാലഘട്ടത്തിൽ ഈജിപ്തുകാർ ഒരു സമയ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ആണ്ടുതോറുമുള്ള നൈലിൻ്റെ വെള്ളത്തിൽ വരുന്ന ഏറ്റവ്യത്യാസങ്ങൾ ഈജിപ്തുകാർക്ക് കലണ്ടർ പോലെയായിരുന്നു എന്നതാണ് ചരിത്രത്തിൽ കാണുന്നത്. വാനശാസ്ത്രപരമായ മനുഷ്യൻ പുരോഗതിയിലേക്ക് എത്തിയപ്പോഴും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ പഠനങ്ങൾ പുരോഗമിച്ചപ്പോഴും കലണ്ടർ സംവിധാനങ്ങൾ പല നിലക്ക് വ്യത്യാസപ്പെട്ട് പുതിയ അപ്ഡേഷനിലേക്ക് രൂപപ്പെടുകയുണ്ടായി. നാം ഇന്ന് കാണുന്ന കലണ്ടർ സംവിധാനത്തിൽ മിക്കവാറും ഗ്രിഗോറിയൻ കലണ്ടറിനെ അവലംബിക്കുന്ന, അതായത് ജാനുവരി കലണ്ടറിനെ അവലംബിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. ആകാശത്തിലെ ഗോളങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കലണ്ടർ സംവിധാനങ്ങൾ നിലവിൽ വന്ന് BC 45 ആദ്യമായി കലണ്ടർ വരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. വാനശാസ്ത്രജ്ഞനായിരുന്ന സോസിൻ ജിൻസിയുടെ ഉപദേശപ്രകാരം ജൂലിയസ് സീസർ ആണ് ജൂലിയൻ കലണ്ടർ സംവിധാനത്തിന് തുടക്കമിട്ടത്. അതായത് ഇന്ന് നാം കാണുന്ന ജാനുവരി കലണ്ടറിന്റെ പിതാവ് എന്നാണ് ആ കലണ്ടറിനെ കുറിച്ച് പറയപ്പെടുന്നത്. ധാരാളം അപാകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു കലണ്ടറായിരുന്നു പ്രസ്തുത കലണ്ടർ. ജൂലിയസ് സീസർ രൂപം കൊടുത്ത ജൂലിയൻ കലണ്ടർ, കലണ്ടറിന്റെ മുൻഗാമി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിൽ 365 വർഷങ്ങൾ തന്നെ, 365 ദിവസങ്ങളാണ് ഒരു വർഷത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. മാത്രവുമല്ല, അധിവർഷം എന്ന് പറയുന്ന ഒരു സംവിധാനവും ആ കലണ്ടറിൽ കാണാറുണ്ടായിരുന്നു. അധിവർഷം എന്ന് പറഞ്ഞാൽ 4 വർഷം കൂടുമ്പോഴാണ് ഈ 365 കാൽ എന്നത്, കാൽ പൂർണ്ണമാവാൻ 4 വർഷം കാത്തിരിക്കേണ്ടി വരുന്നു എന്ന ഒരു സമയ സംവിധാനമാണ് ഒരു വർഷത്തെ ഈ ജൂലിയസ് കലണ്ടർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് അതിൻ്റെ പിൻഗാമിയായി ഗ്രിഗോറിയൻ കലണ്ടർ വന്നു. ആ ഗ്രിഗോറിയൻ കലണ്ടർ, ജാനുവരി കലണ്ടർ എന്ന ഗ്രിഗോറിയൻ കലണ്ടർ എല്ലാ സമുദായങ്ങളുടെയും എല്ലാ രാജ്യങ്ങളുടെയും ഇടയിൽ ജനകീയമായി മാറി എന്നുള്ളതാണ്. ജൂലിയൻ കലണ്ടറിനെ പരിഷ്കരിച്ചുകൊണ്ട് 1528 ഫെബ്രുവരി മാസം 24-ാം തീയതി 13ാം മാർപ്പാപ്പയായിരുന്ന പോപ്പ് ഗ്രിഗറി ദാമൻ എന്ന മാർപ്പാപ്പയുടെ ഇടയ കൽപ്പന അനുസരിച്ച് ആ കാലഘട്ടത്തിൽ, അതായത് 1528 ഈ ജാനുവരി കലണ്ടർ നിലവിൽ വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം എല്ലാ രാജ്യങ്ങളും അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. ഒരു കലണ്ടറിൻ്റെ ചരിത്രപരമായ അന്വേഷണങ്ങളിൽ അതിൻ്റെ പിന്നിലൊരു ത്യാഗം കാണണമെന്നുള്ളതാണ്.
ഏതായാലും ജാനുവരി കലണ്ടറിന്റെ പിന്നിൽ അങ്ങനെ ഒരു ത്യാഗം ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി കാണുന്നില്ല. ഒരുപാട് അപാകതകൾ ജാനുവരി കലണ്ടറിൽ ഉണ്ട് എന്നും ചരിത്ര പഠനങ്ങൾ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ എന്തിനാണിത് പറയുന്നത്? ഒരു ഹിജറ വർഷം നമ്മോട് യാത്ര പറഞ്ഞ് പുതിയൊരു ഹിജറ വർഷം നമ്മിലേക്ക് വരുമ്പോൾ ഒരു വർഷം എന്ന അടിസ്ഥാനത്തിൽ ഹിജറ വർഷത്തെ നമ്മൾ പരിഗണിക്കുക, അല്ലെങ്കിൽ മാസങ്ങളെ പരിഗണിക്കുക, ഹിജറ വർഷ കലണ്ടർ അനുസരിച്ച് നമ്മുടെ കാര്യങ്ങളെ തീരുമാനിക്കുക എന്നതിൽ ഓരോ വർഷങ്ങൾ ചെല്ലുന്തോറും മുസ്ലിം സമൂഹം പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഹിജറ വർഷ കലണ്ടർ അങ്ങനെ അസ്തമിച്ചു പോകുന്നതല്ല, എന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ അതിനൊരു മങ്ങൽ സംഭവിക്കുന്നുണ്ട്. ബദരീങ്ങളുടെ ആണ്ട് എന്ന് പറഞ്ഞ് റമദാൻ 17, റബീഉൽ അവ്വൽ 12, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില ഡേറ്റുകൾ മാത്രം നമ്മുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ ഉപയോഗിക്കാൻ, സ്വന്തം ജീവിതത്തിൽ വാപ്പയുടെ മരണദിവസത്തെ കണക്കുകൂട്ടാൻ, ഉമ്മയുടെ മരണദിവസം, മകൻ ജനിച്ചത്, ഇതിനൊക്കെ ഒരു പക്ഷേ പുതിയ തലമുറ അവലംബിച്ചു പോരുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന ജാനുവരി കലണ്ടറാണ്. ധാരാളം അപാകതകൾ അതിനുണ്ട്. എന്നാലും ഏതൊരു വീടിൻ്റെയും ചുമരിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നതും ഈ കലണ്ടറാണ്. ചരിത്രപരമായി ഏറെ വൈകി വന്ന ഒരു പുതുക്കക്കാരനാണ് ഗ്രിഗോറിയൻ കലണ്ടർ. ഏകദേശം 490 പരം വർഷം പഴക്കമേ അതിന് കാണപ്പെടുന്നുള്ളൂ. സ്പെയിനിലും പോർച്ചുഗലിലും അതുപോലെ തന്നെ പോളിഷ്, ലിത്വാനിയൻ, കോമൺവെൽത്ത്, ഇറ്റലിയുടെ ചില ഭാഗങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന ചുരുക്കം ചില പ്രദേശങ്ങളിലാണ് ഗ്രിഗോറിയൻ കലണ്ടർ ആദ്യമായി അംഗീകരിച്ചു പോകുന്നത്. ഇംഗ്ലണ്ടും അമേരിക്കയും ഈ അംഗീകാരത്തിന്റെ 220 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1752 സാക്ഷാൽ ജാനുവരി കലണ്ടറിനെ അമേരിക്കയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും അംഗീകരിച്ചിട്ടുള്ളത്. 923 ഫെബ്രുവരി 15 ഗ്രിഗോറിയൻ കലണ്ടർ അംഗീകരിച്ച അവസാന രാജ്യമായി ഗ്രീസ് രംഗത്ത് വരുന്നത്. ഞാനിത് പറയുന്നതൊന്നും ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ അല്ല. എന്നാലും ഗ്രിഗോറിയൻ കലണ്ടറിന്റെ അംഗീകാരം വളരെ വൈകി വന്നു എന്നതാണ്. നേരത്തെ പറഞ്ഞ ജൂലിയൻ കലണ്ടറിന്റെ എല്ലാ പോരായ്മകളും ഇതിൽ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പിൻഗാമിയായി ലോകത്ത് നിലനിൽക്കുകയും ചെയ്തു. 10 മാസമാണ് ഈ ജാനുവരി കലണ്ടർ ആദ്യം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നീടാണ് അതിലേക്ക് 11ാമനായി ജാനുവരി കടന്നു വരുന്നത്. ജാനുവരി കലണ്ടർ കടന്നു വരുന്നത് ഏകദേശം 7ാം നൂറ്റാണ്ടോടുകൂടെയാണ്. 7 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കടന്നു വരുന്നത്. പിന്നീട് അതിനപ്പുറത്തേക്ക് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഫെബ്രുവരി വന്ന്, അവസാന മാസമായി ഫെബ്രുവരി വന്ന് അത് 12 മാസം എന്നതിൽ തന്നെ എത്തേണ്ടി വന്നു. 12 മാസം ഉണ്ടാവാതെ ഒരു കലണ്ടറിന് നിലനിൽക്കാൻ കഴിയില്ല. 10 മാസം എന്നതിൽ നിന്നും ഗ്രിഗോറിയൻ കലണ്ടർ അപ്ഡേറ്റായി 12 മാസം എന്നതിലേക്ക് വന്ന ഒരു കലണ്ടറിന്റെ കോലത്തിലെത്തിയിട്ട് ഏതാനും ചുരുക്കം ചില നൂറ്റാണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ അതിന് ഇത്ര കണ്ട് പ്രചാരം ലോകത്തുണ്ടായിട്ടുണ്ട്. ഒരുപാട് നമ്മളും ഏറ്റെടുത്തിട്ടുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ഹിജ്റയുടെ സ്പർശം നമ്മുടെ മനസ്സിൽ വേദനയോടുകൂടെ ഉണ്ടാവാൻ, ആ ഹിജ്റയുടെ ത്യാഗങ്ങളെ ഓർക്കാൻ ഒരു ഹിജ്റ കലണ്ടറിനെ നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ. അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. കാരണം ഈ 2 അവലംബങ്ങളെയും കൃത്യമായി തന്നെ ഖുർആൻ പറയുന്നുണ്ട്. ഒരു ഹിജ്റ കലണ്ടറിന്റെ അവലംബത്തെയും ഹിജ്റ കലണ്ടർ അല്ലാത്ത ശംസിയായ കലണ്ടറിന്റെയും അവലംബത്തെ ഖുർആൻ പറയുന്നുണ്ട്. അത് ജൂലിയൻ കലണ്ടർ ആയാലും അതുപോലെ തന്നെ ഗ്രിഗോറിയൻ കലണ്ടർ ആയാലും ഹിജ്റ കലണ്ടർ അല്ലാത്ത കലണ്ടറുകളെ അവലംബിക്കുന്നവരുടെ കണക്കുകൂട്ടലുകളുടെ പിഴവുകളിൽ വർഷങ്ങളുടെ വ്യത്യാസങ്ങളെ ഖുർആൻ വളരെ കൃത്യമായി തന്നെ സൂറത്തുൽ കഹ്ഫിൽ ചരിത്രം പറയുന്നു. അസ്ഹാബുൽ കഹ്ഫിന്റെ ഉറക്കത്തെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ലോകത്ത് കലണ്ടർ സംവിധാനം തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയൂ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് പ്രപഞ്ചം തുടങ്ങിയ അന്ന് മുതൽക്ക് കലണ്ടർ സംവിധാനം ഉണ്ടെന്നാണ്. ഈ പ്രപഞ്ചം തുടങ്ങിയ അന്ന് മുതൽ അത് അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനമാണ്. സമയ സംവിധാനത്തിൽ കലണ്ടർ എന്ന കളം വരച്ചുള്ള ആ രീതി പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലികദ്ദീനുൽ ഖയ്യിം. അല്ലാഹു പറയുന്നു, ഈ പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് ഒരു വർഷം 12 മാസം എന്ന രീതിയിലാണ് അല്ലാഹു സമയത്തെ സംവിധാനിച്ചിട്ടുള്ളത്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 പവിത്രമാണ്. ആ 4 മാസം യഥാക്രമം ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്.
മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് മുഹറമിനെ തുടക്കം കുറിച്ച് ഒരു വർഷത്തിന്റെ ആദ്യ മാസമായി മുഹറമിൽ തുടങ്ങി സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ കൃത്യമായ കളം രൂപീകരിച്ചത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പോൾ മഹാനായ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി കലണ്ടർ സംവിധാനത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു അനുഭവം നാം ഇന്ന് കാണുന്ന ഹിജ്റ കലണ്ടറിൽ കാണാനുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റമദാൻ എന്ന പരിശുദ്ധ മാസത്തെ ഒന്നാമത്തെ മാസമായി തന്നെ ആദ്യം കലണ്ടർ തുടങ്ങിയത്. പക്ഷെ അതില് യുദ്ധം ഹറാമായി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള 4 മാസങ്ങളെ ഒരു വർഷത്തിൽ പരിപൂർണമായി ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ വന്നപ്പോ മഹാനവരുകൾ മുഹറം കൊണ്ട് തുടങ്ങി എന്ന് മഹാനായ ഷെയ്ഖ് അബൂ ഹിലാൽ അൽ ഹസൻ ഇബ്നു അബ്ദുല്ലാഹി അൽ അസ്കരി അദ്ദേഹത്തിന്റെ അൽ അവായിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ചരിത്രം ഉദ്ധരിക്കുന്നിടത്ത് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്താണ് കലണ്ടറിലെ കളങ്ങൾക്ക് അടിസ്ഥാനം ഉണ്ടോ? ഉണ്ട്. ദിവസങ്ങളെ തിരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആഴ്ചകളെ തിരിച്ചുകൊണ്ടും എന്നിട്ട് അതിനെല്ലാത്തിനും കൂടി മൊത്തത്തിൽ ഒരു മാസത്തെ തിരിച്ചുകൊണ്ടും സമയ സംവിധാനം ഒരു കൊല്ലത്തിൽ 12 പേജുകളായി അല്ലെങ്കിൽ 12 കളങ്ങളായി വലിയ കളങ്ങളായി ഈ ചിത്രീകരിക്കുന്നതിൽ വല്ല അടിസ്ഥാനമുണ്ടോ? ഉണ്ടെന്നാ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആനിൽ ആ കളങ്ങൾക്ക് പോലും അടിസ്ഥാനമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب. ആരാണ് അല്ലാഹ്? الذي جعل الشمس ضياء, അടിസ്ഥാന വെളിച്ചമായി സൂര്യനെ സംവിധാനിച്ചു. ആവശ്യങ്ങളുടെ അടിസ്ഥാന വെളിച്ചം എന്ന് പറയുമ്പോൾ ദിനേനയുള്ള ആവശ്യം, അതിനുവേണ്ടി സൂര്യനെ പടച്ചു. അവനാണത്. കണ്ടോ, കലണ്ടർ സംവിധാനത്തിൽ ആദ്യം വരേണ്ടത് ദിവസമാണ്. ദിവസത്തെ മുസ്ലിം അടിസ്ഥാനപ്പെടുത്തുന്നത്, ദിവസത്തിന്റെ സമയത്തെ അടിസ്ഥാനപ്പെടുത്തുന്നത് സൂര്യന്റെ വെളിച്ചം അടിസ്ഥാനപ്പെടുത്തിയാണ്. എങ്ങനെ? നമ്മുടെ നിസ്കാരത്തിന്റെ സമയ ക്രമീകരണത്തെ സൂര്യന്റെ വെളിച്ചത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എപ്പോഴാണ് ളുഹറിന്റെ സമയം? ളുഹറിന്റെ സമയം എപ്പോൾ? അസ്റിന്റെ സമയം എപ്പോൾ? സുബഹി ഖളാ ആകുന്നത് എപ്പോൾ? ഇങ്ങനെയുള്ള അതുപോലെ തന്നെ മഗ്രിബിന്റെ സമയം പ്രവേശിക്കുന്നത് എപ്പോൾ? ഇശാഇന്റെ എല്ലാം സൂര്യപ്രകാശത്തെയും സൂര്യ ഉദയ അസ്തമയങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി. അപ്പൊ ദിവസത്തെ ഖുർആൻ പറഞ്ഞു. ഇനിയോ പിന്നെ പറഞ്ഞത് സൂര്യനെ അള്ളാഹു പടച്ചു. സൂര്യന്റെ വെളിച്ചം ദിനേനയുള്ള കാര്യങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട പ്രകാശം, അത് വിസരണം നടത്തുന്ന, അത് ഉത്ഭവിപ്പിക്കുന്ന ഒരു ഗോളമായി സൂര്യനെ അള്ളാഹു സൃഷ്ടിച്ചു. വൽ ഖമറ നൂറ. പിന്നെ ചന്ദ്രനെയാ പറഞ്ഞത്. ചന്ദ്രനെ പറഞ്ഞു, അത് മാസത്തിലാണ് ചന്ദ്രന്റെ പിറവിയും ചന്ദ്രോദയത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരു മാസത്തെ അടിസ്ഥാനപ്പെടുത്തിയ മനുഷ്യൻ പരിഗണിക്കാം. അപ്പോൾ ദിവസം കഴിഞ്ഞ് മാസം. പിന്നെ പറഞ്ഞത് ചന്ദ്രന്റെ ഭ്രമണ പരിക്രമണത്തെ കുറിച്ചാണ്. വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില. ചന്ദ്രന്റെ ഭ്രമണ പരിക്രമണങ്ങൾ, അതിനുവേണ്ടി ചന്ദ്രൻ ഉപയോഗിക്കുന്ന സഞ്ചാരപഥങ്ങൾ, അതാണ് പിന്നെ ആയത്തിൽ പറഞ്ഞത്. അതിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ അള്ളാഹു സമയ സംവിധാനത്തെ നിങ്ങളുടെ മുന്നിൽ സൂര്യ ചന്ദ്രനെ അല്ലെങ്കിൽ മറ്റു നക്ഷത്രങ്ങളെ കണക്കാക്കി സംവിധാനിച്ചതെന്നറിയുമോ? ലിതഅലമു അദദ സിനീൻ, വർഷങ്ങളുടെ എണ്ണം എടുക്കാൻ വേണ്ടി. ദിവസം, മാസം, പിന്നെ വർഷം. ദിവസങ്ങളുടെ സംഗമം, സഞ്ചയമാണ് ആഴ്ച. എല്ലാം അതിൻ്റെ അകത്ത് വന്നത്. ഇതൊന്നും അല്ലാഹു വെറുതെ പടച്ചതല്ല. മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ്. എല്ലാം അങ്ങനെയാണ്. ഇതിനൊരു അടിസ്ഥാനമുണ്ട്. പരിശുദ്ധമായ ഖുർആന്റെ അടിസ്ഥാനമാണ് ഒരു ഹിജ്റ കലണ്ടർ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വർഷം 12 മാസമാണെന്ന് പറയാൻ ഖുർആൻ പിശുക്ക് കാണിച്ചില്ല. ഗ്രിഗറി മാർപ്പാപ്പയുടെ പിന്തുണയോടുകൂടെ പിൽക്കാലത്ത് ജനനമെടുത്ത ജാനുവരി കലണ്ടറിൽ
ജാനുവരിയും ഫെബ്രുവരിയും ഒക്കെ വൈകി വന്നു. എന്നാലും ആ 12 മാസങ്ങൾക്ക് പേര് കൊടുത്തിട്ടുള്ള ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെയുള്ള ഓരോ പേരുകൾക്കും ഓരോ ആരാധനാ പാത്രങ്ങളുടെ പേരുകളുമായി ഒരു വലിയ ബന്ധവും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സമയമുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരും. ഏതായാലും പ്രസ്തുത ആയത്ത് മുസ്ലിമിന്റെ ജീവിത ശൈലിയിലൂടെ അവതരിപ്പിക്കപ്പെടേണ്ട ഒരു സമയബോധത്തെ കൃത്യമായി തന്നെ പരിഗണിച്ച് കാണിച്ചു. ദിവസത്തെ നമ്മൾ പരിഗണിച്ച് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, മാസത്തെ പരിഗണിച്ചത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് ഒരു ഹിജറ കലണ്ടറിൽ ഒരിക്കലും 365 കാൽ എന്ന അപൂർണത വരുന്നില്ല. കാൽ എന്ന അപൂർണത വരുന്നില്ല. 4 വർഷം കൂടുമ്പോഴാണ് ഒരു ഗ്രിഗോറിയൻ കലണ്ടറിൽ ഒരു പൂർണ്ണവർഷം സംവിധാനം ചെയ്യപ്പെടുന്നത്. 4 വർഷം കൂടുമ്പോൾ, ആ 4 വർഷം കൂടുമ്പോൾ ആ വർഷത്തെ അധിവർഷം എന്ന് പറയും. അതായത് ആ വർഷത്തിന്റെ സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ സൃഷ്ടം വരാത്ത രീതിയിൽ അധിവർഷം 4 വർഷം കൂടുമ്പോഴാണ്. എന്നാൽ ഹിജറ കലണ്ടറിൽ ഈ കാൽ എന്ന് പറയുന്ന അപൂർണതയുടെ അവസ്ഥയില്ല. എന്തുകൊണ്ട്? ദിവസത്തെ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയ നമ്മുടെ നിസ്കാര സമയങ്ങൾ, അസ്ർ നിസ്കാരത്തിന്റെ സമയത്തിലാണ് പൊതുവെ ഒരു മദ്ഹബിലാണെങ്കിലും ഒരു ചെറിയ കാഴ്ചപ്പാടിൽ ആ സമയത്തിൽ ഒരു മാറ്റമുള്ളൂ. അസ്ർ നിസ്കാരത്തിന്റെ സമയത്തെക്കുറിച്ച് ക്ലോക്കും അതുപോലെ തന്നെ ഘടികാരങ്ങളും വല്ലാതെ ജനകീയമാകുന്നതിന് മുമ്പ് ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ട കാലഘട്ടത്തിൽ നിഴലടി കണക്ക് നോക്കി, നിഴല് നോക്കി സമയത്തെ ചിന്തിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. 10 മണിച്ചെടിയും 8 മണിച്ചെടിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനേറെ, ഓട് പൊട്ടിയതിന്റെ വിടവിലൂടെ ഇറങ്ങി വന്ന പ്രകാശം എവിടെ നിൽക്കുന്നു, വീടിന്റെ കോലായിയുടെ നിഴല് എവിടെ, ഇതൊക്കെ നോക്കിയിട്ട് ഓരോ ആളുകളും ളുഹറിലേക്കും അസ്റിലേക്കുമുള്ള സമയങ്ങളെ തിട്ടപ്പെടുത്തിയിരുന്ന സമയബോധം പഴയ കാലത്തുണ്ടായിരുന്നു. നിസ്കാരത്തിൽ അസ്റിന്റെ സമയത്തെ കൃത്യമായി ഏത് സമയമെന്ന് പറയാൻ കഴിയാതെ വന്ന അവസ്ഥയിൽ മഹാനായ ഗോളശാസ്ത്ര പണ്ഡിതൻ വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുന്നിൽ ജനങ്ങൾ ചെന്നിട്ട് പറയുന്നുണ്ട്, അസ്റിന്റെ സമയത്തെ ഒന്ന് തിട്ടപ്പെടുത്തി തരണം. ഒരു പ്രദേശവാസികൾ മുഴുവനും ചെന്നുകൊണ്ട് സങ്കടം പറയാം. അപ്പോഴാണ് മഹാനവറുകൾ അതിനുവേണ്ടി മനുഷ്യന്റെ നിഴലിനെ 6 അടി നീളമുള്ള ഉയരമുള്ള ഒരു മനുഷ്യനെ ഒരു വെയിലിൽ നിർത്തിയാൽ അയാളുടെ നിഴലിൽ വരുന്ന മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അസ്ർ നിസ്കാരത്തിന്റെ സമയത്തെ മേടം വച്ചിങ്ങം 2ലും സമാനിയ, ഈ ഇടവമീനം കർക്കിടത്തിൽ താസിയ, മിഥുനം വക്കന്നീ ഫീഹിമാ 9, കുംഭം തുലാ മഖ്ദാമുദൈനി 10, വൃശ്ചിക മകരം 2ലും 11 11 ഫീ ധനുമാസം യുഖാൽ. 6 അടി നീളമുള്ള മനുഷ്യന്റെ നിഴല് 8 അടി എത്തുമ്പോൾ ഇന്ന മാസത്തിൽ മേടത്തിലും ചിങ്ങത്തിലും 8 അടി നീളമെത്തിയാൽ അസ്റിന്റെ സമയം. 6 അടി നീളമുള്ള മനുഷ്യന്റെ നിഴലിന് 8 അടി നീളം മേടത്തിലും ചിങ്ങത്തിലും വന്നു കഴിഞ്ഞാൽ അസ്റിന്റെ സമയമായി. ഉമർ ഖാദി ചില്ലറക്കാരനല്ല, ഗോളശാസ്ത്രത്തിൽ ഇക്കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ലോകം ശ്രദ്ധിച്ചൊരു മഹാപണ്ഡിതനാണ്. മഹാനായ മമ്പുറം തങ്ങൾ വഫാത്തായി എന്നുള്ള വിവരം ഒരാൾ വന്ന് ഉമർ ഖാദിയോട് പറയുമ്പോൾ മഹാനവറുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും വെളിച്ചം വിതറിയ ആ ചന്ദ്രക്കല അസ്തമിച്ചു പോയോ എന്ന് ചോദിക്കുന്ന ഒരു അറബി പ്രയോഗമുണ്ട്. ആരും അത് അത്ര അങ്ങ് ശ്രദ്ധിച്ചില്ല. എന്നാലും അത് കേട്ടയാൾ എഴുതി വെച്ചു. പിന്നീട് ഒരു മഹാപണ്ഡിതന്റെ മുന്നിൽ ഉമർ ഖാദി അന്ന് ഇങ്ങനെയാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ആ മഹാപണ്ഡിതർ ഉമർ ഖാദി പറഞ്ഞ അറബി വാക്കിനെ എഴുതി വെച്ചിട്ട് അതിന്റെ അക്ഷരങ്ങളുടെ അഭിജത് കണക്ക് കൂട്ടിയപ്പോ മഹാനായ മമ്പുറം തങ്ങൾ വഫാത്തായ ഹിജറ വർഷമാണ്. ഈ ഉമർ ഖാദി പറഞ്ഞ അക്ഷരങ്ങളെ കണക്ക് കൂട്ടിയപ്പോൾ അതിന്റെ അഭിജതിൽ കിട്ടിയ സംഖ്യ. മഹാപണ്ഡിതൻ, ഗോളശാസ്ത്രത്തിൽ അദ്ദേഹത്തോളം പറയാൻ പറ്റിയ ഒരാളെ ഇക്കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കാണാനില്ല. ആ മഹാനാണ് അസ്ർ നിസ്കാരത്തിന്റെ സമയത്തെ ഇതുപോലെ നിഴലടി കണക്കിലൂടെ എന്നിട്ട് പറഞ്ഞു, ഇത് ലോകത്തുള്ള എല്ലാവർക്കും കൂടിയിട്ട് പറഞ്ഞതല്ല, ഇത് എഴിമല മുതലാണ്, ഏഴിമല മുതൽ ശത്വ വരെ, അതായത് ചേറ്റുവ വരെ അവിടെയുള്ള ആളുകൾക്കാണ് ഈ പറയപ്പെട്ട സമയത്തിലെ അസ്ർ നിസ്കാരത്തെ എന്ന് മഹാനവറുകൾ കൃത്യമായി നിർവചിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൃത്യമായ അടിസ്ഥാനമുള്ളതാണിത്. മഹാനായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ
പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ ഖാദി ഇബ്നു അലി തങ്ങളുടെ ഗോളശാസ്ത്ര അടിസ്ഥാനത്തിൽ മഹാനവറുകൾ നിർവചിച്ച ഒരു പ്രാദേശിക കണക്കിനെ അവലംബിച്ചുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞതെന്ന് മഹാനായ ഉമർ ഖാദി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ദിവസത്തെ സൂര്യനെയും മാസത്തെ ചന്ദ്രനെയും പരിഗണിച്ചുകൊണ്ട് ഹിജറ കലണ്ടർ നമ്മുടെ മുന്നിൽ വലിയ ഒരു സന്ദേശം, സമയം പാഴല്ല എന്ന ഒരു വലിയ ധ്വനി, സമയത്തിന്റെ പ്രാധാന്യം, അതിന്റെ സത്യസന്ധമായ അവസ്ഥയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി നോക്കിക്കോളൂ, ഖുർആൻ പറഞ്ഞത് എന്താ? ഒരു സമയ സംവിധാനത്തിൽ ഖുർആൻ പറഞ്ഞത് വർഷം 12 മാസം എന്ന കണക്കിൽ ഈ പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് അള്ളാഹു സമയത്തെ സംവിധാനിച്ചു എന്ന. എന്നിട്ട് പറഞ്ഞു ദാലിക ദീനുൽ ഖയ്യിം, അള്ളാഹു അവതരിപ്പിച്ച ആ സമയ സംവിധാനം അതാണ് ശരിയായ ദീൻ. അള്ളാഹു അതിൽ ചേരാൻ തൗഫീഖ് നൽകട്ടെ. അതിനോടൊരു ബഹുമാനമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അതിനെ തീരെ പരിഗണിക്കാത്ത അവസ്ഥ പൊതുവെ പുതിയ സമൂഹത്തിലൊക്കെ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പഴയ ആളുകൾ ഏറെ പരിഗണിച്ചിട്ടുള്ള ഒരു കലണ്ടർ സംവിധാനമാണ് ഹിജറ കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടറിനെ പാടെ ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത്. അതിനൊരു കൊടുക്കുന്ന ഒരു പരിഗണന പോലെ, ജാനുവരി കലണ്ടറിന് കൊടുക്കുന്ന ഒരു പരിഗണന പോലെ നമ്മുടെ ഹിജറ കലണ്ടർ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട സമയങ്ങൾക്ക് ആദരണീയമായ ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം വെള്ളിയാഴ്ചയാണ്. നമ്മുടെ കലണ്ടർ ആദരണീയമെന്ന് പറഞ്ഞു. ജൂത സഹോദരന്മാരുടെ ആദരണീയ ദിവസം അത് ശനിയാഴ്ചയാണ്. ക്രൈസ്തവ സഹോദരന്മാരുടെ ആദരണീയ ദിവസം അത് ഞായറാഴ്ചയാണ്. ഇങ്ങനെയാണ് ഓരോ മതവിശ്വാസികളുടെയും ആദരണീയ ദിവസങ്ങളെ പരിചയപ്പെടുത്തപ്പെടുന്നത്. എന്നാൽ ആദരണീയം എന്നുള്ളടത്ത് സാധാരണ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഹോളി. ഹോളി ഖുർആൻ, ഹോളി ബൈബിൾ, ഹോളി ഡേ. ഹോളി ഡേ എന്ന് പറയാൻ ഏത് ഡേ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹുവിന്റെ ദീനിൽ വളരെ പരിഗണിക്കപ്പെടുന്ന ഒരു ഡേ, ഖൈറു യൗമിൻ തലഅത അലൈഹി ശംസു യൗമുൽ ജുമുഅ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ബിസിയും എഡിയും ചരിത്രത്തിന്റെ മാനദണ്ഡങ്ങളായി വന്നത് അടുത്ത കാലത്താണ്. ബിഫോർ ക്രൈസ്റ്റ്, അന്നാ ഡൊമിനിക്, ഇങ്ങനെ തുടങ്ങുന്ന ചരിത്രത്തിന്റെ മാനദണ്ഡങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെ വെച്ചുകൊണ്ട് ചരിത്രത്തെ അളക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പാശ്ചാത്യ സംസ്കാരം ലോക ചരിത്രത്തെ കൊണ്ടുപോയി. ലോകത്തെ മൊത്തവും കൊണ്ടുപോകുന്നതിൽ അവർ വിജയിച്ചു. അതോടൊപ്പം തന്നെ ഏകദേശം 5 നൂറ്റാണ്ടിൽ താഴെ പ്രായമുള്ള ഒരു കലണ്ടർ സംവിധാനത്തിൽ എല്ലാവരുടെയും സമയങ്ങളെ ക്രമീകരിക്കുന്നതിലും അവർ വിജയിച്ചു. വിശ്വാസപരമായി ഒരു വലിയ പ്രശ്നം ഇതിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പല മൂല്യങ്ങളും നഷ്ടപ്പെടുന്നിടത്ത് ഈ കലണ്ടർ സംവിധാനത്തിലൂടെയും പലതും നഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഈമാനുള്ളവർ അവലംബിക്കുന്ന സമയ സംവിധാനം ഏതാണെന്നറിയോ? ചരിത്രത്തെ വികുലമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന, ചരിത്രത്തെ എഴുതിത്തള്ളുന്ന കുറെ പിൻഗാമികൾ ചരിത്രത്തെ വക്രവൽക്കരിക്കുമ്പോൾ വികൃതമാക്കപ്പെടുന്ന ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും അതിന്റെ സത്യസന്ധമായ മൂല്യത്തെ എടുത്തു കാണിച്ച പരിശുദ്ധ ഖുർആനിന്റെ ആ പ്രഖ്യാപനം ഏതൊരു ചരിത്രത്തെ കുറിച്ചാണെന്നറിയോ? ജോർദാനിൽ മഹാന്മാരായ സുഹാബുൽ കഹ്ഫ്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപൻ എന്ന് പറയുന്ന പോലെ ധിക്കാരത്തിന്റെയും ധാഷ്ട്യത്തിന്റെയും അധിപനായിരുന്ന ദിക്കിയാനുസിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അയാളുടെ കൊട്ടാരത്തിന്റെ മോന്തായം പിടിച്ചു കുലുക്കിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി മഹാന്മാരായ സുഹാബുൽ കഹ്ഫ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആകാശാരോഹണത്തിന്റെയും അഷ്റഫുൽ ഖൽഖിന്റെ പിറവിയുടെയും ഇടയിലുള്ള 600 വർഷ കാലഘട്ടത്തിൽ അള്ളാഹിന്റെ ദീൻ പറയാൻ വന്ന മഹാന്മാരായ സുഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തെ പലരും വക്രവൽക്കരിച്ചപ്പോ അവരുടെ ചരിത്രം ഇതാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവതരിപ്പിച്ച സൂറത്തുൽ കഹ്ഫിന്റെ ഒരു പ്രധാനമായ കണ്ടന്റ്, ആ കണ്ടന്റുള്ള സുഹാബുൽ കഹ്ഫിന്റെ കാലയളവിനെയും അവരുടെ ചരിത്രത്തിന്റെ ഭാഗങ്ങളെയൊക്കെ വളരെ ഭംഗിയായി പറയുന്നിടത്ത് അള്ളാഹു പറയുന്ന ഒരു പ്രയോഗമുണ്ട്, വല്ലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ. അസ്ഹാബുൽ കഹ്ഫ് ജോർദാനിലെ ആ ഗുഹയിൽ അത്ഭുതത്തിന്റെ ഉറക്കം, അവർ ഉറങ്ങിയത് 300 വർഷം എന്ന് പറയുന്നവരുണ്ട് നബിയെ. എന്നാൽ വസ്ദാദു 9, ഒരു മുഅ്മിനായ മനുഷ്യൻ ആ ചരിത്രത്തെ പഠിച്ചു വരുമ്പോൾ 309 എന്നാ പറയാ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് ഈ 300ഉം 309ഉം തമ്മിലുള്ള വ്യത്യാസം? അത് പിൽക്കാലത്ത് ലോകത്ത് വരാൻ പോകുന്ന കലണ്ടർ സംവിധാനങ്ങളിലൂടെ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തിയ ഖുർആനിന്റെയും ഹബീബ് നമ്മെ പരിചയപ്പെടുത്തിയ ഹദീസിന്റെയും അടിസ്ഥാനമില്ലാത്ത മറ്റു പല കലണ്ടർ സംവിധാനങ്ങളിലൂടെയും ആ ചരിത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അസ്ഹാബുൽ കഹ്ഫ് എന്ന മഹാന്മാരായ സൂഫിയാക്കൾ, ഔലിയാക്കൾ ഉറങ്ങിയ
ആ സമയത്തെ തിട്ടപ്പെടുത്തുമ്പോൾ 300 വർഷം എന്ന് ചുരുക്കിക്കളയാണ്. പക്ഷെ അവരുടെ ത്യാഗത്തിന്റെ 9 വർഷങ്ങളെ യഥാർത്ഥത്തിൽ 309 വർഷം. ആ 309 വർഷം എന്ന കൃത്യമായ കണക്കിൽ അവരെ പറയുന്നത് സത്യവിശ്വാസികളാണ്. നബിയെ വസ്ദാദു തിസ്ആ. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് 300 കൊല്ലം എന്ന് പറഞ്ഞത് ഹിജറ കലണ്ടർ അല്ലാത്ത സംവിധാനത്തിലൂടെ കണക്ക് കൂട്ടുമ്പോഴും, എന്നാൽ സത്യവിശ്വാസി പറയുന്ന ആ ചരിത്രത്തിന്റെ ഭാഗം 309 എന്ന് പറയുന്നത് എന്ന് പറഞ്ഞത് അത് ഖമരിയ കലണ്ടർ, അതായത് ഹിജറ കലണ്ടർ വെച്ചുകൊണ്ടുമാണ് ഈ സമയത്തിലുള്ള വ്യത്യാസം. അപ്പൊ കണക്കിൽ തന്നെ വയസ്സിൽ തന്നെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. എന്തിനാ ഒരു കലണ്ടർ സംവിധാനം? മഹാനായ അബൂ മുസ്ലിം അശ്അരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറായി സേവനം ചെയ്യുന്ന കാലഘട്ടത്തിൽ മഹാനവറുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മേശപ്പുറത്ത് നിന്നും പല കത്തുകളും അബൂ മുസ്ലിം അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പല കാര്യങ്ങളും നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതായ സമയം പറഞ്ഞുകൊണ്ട് അത് റമദാനിൽ, ശവ്വാലിൽ, ശഅബാനിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഖദ് ഖറഅനാ സിക്കം മിൻഹു മഹല്ലുഹു ശഅബാൻ ഫമാ നദരി അയ്യു ശഅബാനൈനി അൽ മാളിയ മില്ലാത്തി. അബൂ മുസ്ലിം അശ്അരി തിരിച്ച് കത്തെഴുതി, പ്രിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്നവരെ, അങ്ങ് പറഞ്ഞ ഈ ശഅബാൻ മാസമുണ്ടല്ലോ, അത് വരുന്ന ശഅബാനാണോ കഴിഞ്ഞു പോയ ശഅബാനാണോ? ഒരു വർഷത്തെ കൃത്യമായി ഞങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല. ഏത് ശഅബാനാ മനസ്സിലാകുന്നില്ല. അബൂ മുസ്ലിം അശ്അരി ചില്ലറക്കാരനല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മഹാന്മാരായ സ്വഹാബി പണ്ഡിതരിൽ പ്രമുഖനും അല്ലാഹുവിന്റെ ഖുർആനിനെ വശ്യമനോഹരമായ ശബ്ദിക മിശ്രണത്താൽ പാരായണം ചെയ്യുന്ന മഹാനായ അത്ഭുതത്തിന്റെ പ്രതീകമായ സ്വഹാബി, വലിയ വിവരമുള്ള സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബിനെ ഓർമ്മപ്പെടുത്തി ഒരു കലണ്ടർ സംവിധാനം നിർബന്ധമായിട്ടും വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് ആലോചിച്ച് മഹാനവറുകൾ ആദ്യം തുടക്കം റമദാൻ 1-ാമത്തെ മാസം എന്ന് തുടങ്ങി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ശഅബാൻ അവസാനത്തെ മാസമായി നിശ്ചയിച്ചുകൊണ്ടൊരു കലണ്ടർ ആദ്യം ഒന്ന് കളം വരച്ചു നോക്കി. എന്റെ വക പറഞ്ഞതല്ല. ചരിത്ര പണ്ഡിതനായ ശൈഖ് അബു ഹിലാൽ അൽ ഹസൻ ഇബ്നു അബ്ദില്ലാഹ് അൽ അസ്കരി അദ്ദേഹത്തിന്റെ അൽ അവാഇൽ എന്ന കിതാബിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അവസാനം ഹിജറ കലണ്ടറിന് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ, സ്വഹാബത്തിന്റെ ഇജ്മാഇന്റെയും അടിസ്ഥാനത്തിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഒന്നുകൂടി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മാ കാന നബിയ്യും ബഅദി ലൗ കാന ബഅദി നബിയ്യൻ ലകാന ഉമർ. എന്റെ ശേഷം ഒരു നബി വരുമായിരുന്നുവെങ്കിൽ ആ നബി മീർസ ഗുലാം അഹ്മദ് ഖാദിയാനിയല്ല, ആ നബി മുസൈലിമത്തുൽ കല്ലാബല്ല. എന്റെ ശേഷം ലോകത്തേക്ക് ഒരു നബി വരുമായിരുന്നുവെങ്കിൽ ലകാന ഉമർ, അത് മഹാനായ ഉമറാകുമായിരുന്നു. ലാ നബിയ്യ ബഅദി അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ. എന്റെ ശേഷം നബിയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത്രത്തോളം വലിയ മഹാൻ. 4 വട്ടം അല്ലാഹുവിന്റെ ഖുർആനിൽ വഹയി വന്നത് ഉമർ പറഞ്ഞത് ശരിയാണ് നബിയെ എന്ന് പറയാൻ അത്രത്തോളം വലിയ മഹാൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഖുർആനും ഹദീസും സ്വഹാബത്തിന്റെ ഇജ്മാഉം വെച്ച് ആവിഷ്കരിച്ച ഹിജറ കലണ്ടർ ജീവിതത്തിൽ അന്യം നിന്ന് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ സന്ദർഭം ആ ഒരു ഓർമ്മയിലേക്ക് നമ്മെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഹിജറ കലണ്ടറിനെ ജീവിതത്തിന്റെ സഹചാരിയായി കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ അകപ്പെട്ടതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കലണ്ടർ സംവിധാനം വന്നിരുന്നു. കഅബ് ഇബ്നു ലുഅയ്യിന്റെ മരണത്തെ അടിസ്ഥാനപ്പെടുത്തിയൊരു കലണ്ടർ സംവിധാനം ലോകത്ത് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാണുന്നത് ആനക്കലഹം, കഅബ പൊളിക്കാൻ വരുന്നത്, ഇങ്ങനെ പലതും ഉണ്ട്. എല്ലാത്തിന്റെ പിന്നില് ഹിജറ പോലും ഒരു ത്യാഗത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ചരിത്രത്തിന്റെ അവതരണമാണ് എങ്കിൽ സാക്ഷാൽ ജാനുവരി കലണ്ടറിന്റെ പിന്നിൽ ഒരു ത്യാഗമില്ല, ഒരു ജനനം എന്നതാ. ജനനം ത്യാഗമല്ല, എന്നാൽ അതിന് നേരെ തിരിച്ച് ഒരു പ്രസവം എന്നായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു ത്യാഗം കാണുമായിരുന്നു. ത്യാഗത്തിന്റെയും നൊമ്പരങ്ങളുടെയും 1000 ഓർമ്മകൾ ഓരോ മുസ്ലിമിന്റെ ഹൃദയത്തിലും എല്ലാ വർഷവും ഊട്ടി ഉറപ്പിക്കുന്ന
ഒരു വലിയ ചരിത്രമാണ് ഹിജറ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹിജറയെ ഓർമ്മപ്പെടുത്തുന്ന ഹിജറയുടെ കലണ്ടറിനെ ജീവിതത്തിന്റെ സഹചാരിയായി ചേർത്ത് പിടിക്കാനുള്ള ഒരു വിശ്വാസബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ഗ്രിഗോറിയൻ കലണ്ടറും ജാനുവരി കലണ്ടറും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിക്കോട്ടെ. അതിന്റെ കൂടെ തന്നെ വാപ്പ മരിച്ചത് മുഹറം, ഉമ്മ മരിച്ചത് ദുൽഹിജ്ജ എന്നൊക്കെ പറയാൻ അതിന്റെ കൂടെയും ഒരു ബോധം വേണം. രണ്ടും വേണം. മക്കൾ ജനിച്ചത് ജാനുവരി, ഫെബ്രുവരി അതിൽ മാത്രമേ ഓർമ്മയുള്ളൂ എന്നാ ഒന്ന് കലണ്ടർ എടുത്ത് നോക്കുക എന്നാകും ഏകദേശം എന്ന്. അതൊരു ഈമാന്റെ അടയാള. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. الحمدلله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ഹലാലായ മുറാദ് ഹസ്സലാക്കണേ അല്ലാ. ഈ കൂടിയിരുന്ന് ആമീൻ പറയുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹസ്സലാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട അലിയാർ സാഹിബിന് വേണ്ടി ദുആ ചെയ്യാൻ റബ്ബേ നീ പരിപൂർണ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബർ വെളിച്ചമാക്കണേ അല്ലാ. അല്ലാഹു ഒരു സഹോദരൻ ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സഹോദരി, മറ്റു പലരും അവരുടെ എല്ലാം ഹലാലായ മുറാദുകൾ ഹസ്സലാക്കണേ അല്ലാ. ഏറ്റെടുത്ത ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ ഒരു സഹോദരൻ ദുആരക്കാൻ പറഞ്ഞേൽപ്പിച്ചു. നീ തൗഫീഖ് നൽകുക അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ ആ മരണപ്പെട്ടു പോയ ഉമ്മാക്കും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. വരാനിരിക്കുന്ന പരീക്ഷയിൽ ഉന്നത വിജയത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് ദുആരക്കാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ നീ ഉന്നതമായ വിജയം അവർക്കും ഞങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തിനും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഖലീഫയാവണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ കടബാധ്യതകൾ വീട്ടിത്തരണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.